എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യ സേനാണ്. നമ്മൾ ഏതൊരു ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്ന സമയത്തും, പ്രത്യേകിച്ച് കൊറോണ വന്നപ്പോൾ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ ഒക്കെ വന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാചകമാണ് ജാഗ്രത മതി, ഭയം വേണ്ട എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണുന്ന ഒരു ആരോഗ്യ പ്രശ്നത്തെ പറ്റി പറയുമ്പോൾ ഒരു ലേശം ഭയം കൂടി വേണം എന്ന് പറയുന്നതിൽ അതിശയോക്തി ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പല കാരണങ്ങളുണ്ട് അതിന്. ഏതാണ് ആ ആരോഗ്യ പ്രശ്നം എന്നുള്ളത് നിങ്ങൾ ഊഹിച്ചിട്ടുണ്ടായിരിക്കും. അമീബിക് മസ്തിഷ്ക ജ്വരം. എനിക്ക് തോന്നുന്നു നമ്മുടെ പേജിൽ തന്നെ നമ്മൾ 3-4 ടോക്ക് അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ആ സമയത്തൊക്കെ കേസുകൾ ഇത്തരത്തിൽ ഒരു പെരുകുന്ന അവസ്ഥ ഉണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങളിപ്പോൾ കേൾക്കുന്നുണ്ടായിരിക്കും, എന്നും ടി വിയിൽ പറയുന്നുണ്ട്, കഴിഞ്ഞപ്പോൾ ഈ മാസം തന്നെ 7 മരണങ്ങളാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിൽ സംഭവിച്ചിരിക്കുന്നത്. 2016 നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, അതും ആലപ്പുഴയിൽ. പക്ഷേ അതിനുശേഷം 2021 വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് കേസുകൾ മാത്രമേ അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് ഓരോ കേസുകൾ, എനിക്ക് തോന്നുന്നു ആകെ മൊത്തം ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, 8 കേസുകൾ. അതായത് 2016 മുതൽ 2023 വരെ നോക്കുകയാണെങ്കിൽ വെറും 8 കേസുകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ നിങ്ങൾ നോക്കണം, കഴിഞ്ഞ മാസത്തിൽ 7 മരണങ്ങൾ ഉണ്ടായി. അപ്പൊ എത്ര കേസുകൾ, അതിനേക്കാളൊക്കെ ഉപരി കേസുകൾ. ഇതിന്റെ വേറെ പ്രശ്നം എന്താണ്? 97%, അതായത് ഭയങ്കരമായിട്ടുള്ള അപകട സാധ്യത, മരണസാധ്യത വളരെ ഉയർന്ന ഒരു അസുഖം കൂടിയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. സോ ഈ 2023 മുതൽ 2025 വരെ നോക്കുന്ന സമയത്ത് കേസുകളുടെ എണ്ണത്തിൽ വലിയ രീതിയിൽ ഒരു സർജ് ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് കേസുകളുടെ എണ്ണം കൂടി. അത് തന്നെ ഇപ്പൊ കഴിഞ്ഞ ഒരു 2-3 മാസത്തിൽ വളരെ കൂടുതലായിട്ടാണ് കാണുന്നത്. മരണങ്ങളും വളരെയധികം കൂടി. സോ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരു ലേശം ഭയം കൂടി ജാഗ്രതയുടെ കൂടെ വെക്കുന്നതിൽ തെറ്റില്ല. കാരണം ഇതിപ്പോഴത്തെ ഒരു മെഡിക്കൽ എമർജൻസി തന്നെയാണ്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ എമർജൻസി ആയിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഇന്ന് ഞാൻ ഈ ഒരു ടോക്ക് ചെയ്യുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോക്കാണ്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലായിടങ്ങളിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറഞ്ഞു. 2016 ആദ്യത്തെ കേസ്. അപ്പോൾ ഇപ്പോൾ കേസുകൾ വളരെയധികം കൂടുന്നു. എന്താണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം? എന്താണ് ഈ പറയുന്ന അണു? അമീബ എന്ന് പറയുന്നത് നമ്മൾ പണ്ടൊക്കെ വരച്ചിട്ടുണ്ട് അല്ലെ, ഇങ്ങനെ രൂപമൊക്കെ മാറാൻ പറ്റുന്ന ഒരു സാധനം. അതൊരു ഏകകോശ ജീവിയാണ് അമീബ. അപ്പൊ ഈ അമീബ നമ്മുടെ കെട്ടിക്കിടക്കുന്ന മലിനജലങ്ങളിലാണ് ഇത് സാധാരണ രീതിയിൽ കാണുന്നത്. ഈ അമീബ എങ്ങനെയാണ് നമ്മുടെ തലച്ചോറിലേക്ക് എത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെയുള്ള കെട്ടിക്കിടക്കുന്ന മലിനജലത്തിൽ നമ്മൾ കുളിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ചിട്ട് നമ്മൾ ഈ വെള്ളം ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ ആക്കും അല്ലെ, ഇങ്ങനെ മുഖത്തേക്ക് തെറിപ്പിക്കാറില്ലേ, ആ സന്ദർഭങ്ങളിൽ നമ്മുടെ മൂക്കിന്റെ ഉള്ളിൽ കൂടെ, നമ്മുടെ മൂക്കിന്റെ ഈ അപ്പർ സൈഡിലൂടെ, അതായത് മൂക്കിന്റെ റൂഫ് എന്ന് പറയാം, മേൽക്കൂര, അതായത് വെറുതെ മൂക്കിന്റെ ഇവിടെയൊന്നും ആയ കാര്യമില്ല, മൂക്കിന്റെ ഉള്ളിലേക്ക് പോയി ആ മൂക്കിന്റെ അപ്പർ സൈഡ് കൂടെ ആണ് ഇത് നേരെ ബ്രെയിനിലേക്ക്, തലച്ചോറിലേക്ക് എത്തുന്നത്. ഇത് തലച്ചോറിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്ന് പറയുക. അതായത് തലച്ചോറിനെ കാർന്ന് തിന്നുന്ന ഒരു അമീബ. കാരണം അത്രയ്ക്ക് ഒരു നെക്രോസിസ് ആണ് ഇത് തലച്ചോറിൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ മരണ ശതമാനം ഇത്രയും അധികം. കാരണം ഇതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, കാര്യം നമുക്ക് സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കാൻ പറ്റുക. അപ്പോൾ ഇതിന്റെ ആ ഒരു സിവിയറിറ്റി എന്ന് പറയുന്നത്, ഇതിന്റെ ആ ഒരു എന്താ പറയുക തീവ്രത വളരെ കൂടുതലാണ്. അപ്പോൾ അത് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ടാണ് ബ്രെയിനിനെ നശിപ്പിക്കുകയും മരണത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുക. അപ്പോൾ എവിടെ നിന്നാണ് പരക്കുന്നത് എന്ന് മനസ്സിലായി. എങ്ങനെയാണ്, ഏത് വഴി? നമ്മുടെ മൂക്കിന്റെ അപ്പർ സൈഡ് വഴിയാണ് ഇത് ഉള്ളിലേക്ക് കയറുന്നത്. അപ്പൊ ഇത്രയും മനസ്സിലായി. അപ്പൊ ഇത് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം? ഒരൊറ്റ വാക്കേ ഉള്ളൂ, ജലജാഗ്രത. ജലജാഗ്രത. നിങ്ങൾ കുടിക്കുന്ന, നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം അത് ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് നമുക്ക് അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെ പ്രതിരോധിക്കാൻ സാധിക്കുക. വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. വന്നു കഴിഞ്ഞാൽ പിന്നെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതും, പക്ഷേ ഞാൻ ഈ പറഞ്ഞല്ലോ, അപകട സാധ്യതയും മരണ ശതമാനവും വളരെ കൂടുതലായതുകൊണ്ട് തന്നെ അതൊക്കെ ഒരു 50-50 പറയാൻ സാധിക്കൂ. അപ്പൊ അതുകൊണ്ട് ജലജാഗ്രത എങ്ങനെയാണ്? പിന്നെ പലരും ചോദിച്ചു എന്താണ് ഇതിന്റെ ലക്ഷണങ്ങൾ. നോക്കൂ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, തലച്ചോറിനെ ബാധിക്കുന്ന ഏതൊരു ഇൻഫെക്ഷൻ, അത് വൈറസ് ആവട്ടെ, ബാക്ടീരിയ ആവട്ടെ, അമീബ ആവട്ടെ, ഇതിനൊക്കെ ഒരു കോമൺ സിംറ്റംസ് ആണ്. എന്തൊക്കെയാ അത്? തലവേദന, ശക്തമായ പനി, ഛർദി, അപസ്മാരം, പിന്നെ ബോധമണ്ഡലത്തിലുള്ള വ്യത്യാസം, അതായത് പരസ്പരബന്ധമില്ലാതെ സംസാരിക്കുക, ബോധം മറയുക. ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള, ഇതിനെല്ലാത്തിനും കോമൺ ആയിട്ടുള്ള, തലച്ചോറിനെ ബാധിക്കുന്ന എല്ലാ ഇൻഫെക്ഷൻസിന്റെയും കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങൾ തന്നെയാണ് ഇതിന് വരിക. സോ ശക്തമായ പനി, ശക്തമായ തലവേദന, ഛർദി, അപസ്മാരം ഉണ്ടാവാതിരിക്കാം, പിന്നെ ഈ പറയുന്ന ബോധമണ്ഡലത്തിലുള്ള മാറ്റം. അപ്പോൾ ഇങ്ങനെയുള്ള എന്ത് സംഭവങ്ങൾ കണ്ടാലും ഉടൻ തന്നെ വൈദ്യസഹായം തേടണം. ഇനി എങ്ങനെയാണ് നമ്മൾ
എവിടെ നിന്നൊക്കെയാണ് സാധ്യത? നോക്കൂ, എനിക്ക് തോന്നുന്നത് ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ കേസുകൾ വളരെ കൂടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം, ഇപ്പൊ ഈ സ്വിമ്മിങ് ക്ലാസ്സുകൾ, ഞാൻ അതിനെ നെഗറ്റീവായിട്ടല്ല പറയുന്ന കേട്ടോ, പക്ഷേ മുക്കിനും മൂലയിലും കൂണ് പോലെയാണ് സ്വിമ്മിങ് ക്ലാസ്സുകളും സ്വിമ്മിങ് പൂളുകളും ഒക്കെ മുളച്ചു വന്നിരിക്കുന്നത്. പക്ഷേ ഇത് നല്ല കാര്യം തന്നെയാണ്. സ്വിമ്മിങ് നമ്മളെല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു കായിക സംഭവം തന്നെയാണ്, ഒരു ലൈഫ് സേവിങ് സ്പോർട്സ് ആണെന്ന് ഞാൻ അപ്പോൾ പറയും. അത്യാവശ്യം എല്ലാവരും പഠിച്ചിരിക്കേണ്ടതാണ്. പക്ഷേ ഈ പറയുന്ന സ്വിമ്മിങ് പൂളുകളിൽ അല്ലെങ്കിൽ വാട്ടർ തീം പാർക്ക്, ഈ രണ്ട് സംഭവങ്ങളാണ് ഇങ്ങനെ കൂടുപോലെ മുളയ്ക്കുന്നത്. അവിടെയും ഇവിടെയൊക്കെ വാട്ടർ തീം പാർക്കുകൾ, അവിടെയും ഇവിടെയൊക്കെ സ്വിമ്മിംഗ് പൂളുകളും സ്വിമ്മിംഗ് ക്ലാസ്സുകളും. നല്ല കാര്യം തന്നെയാണ്, ഇത് രണ്ടും അത്യാവശ്യമാണ്. പക്ഷേ ഇതൊക്കെ പ്രോപ്പറായിട്ട് ശുദ്ധീകരിക്കുന്നുണ്ടോ, ഇവിടെ വരുന്ന വെള്ളം പ്രോപ്പറായിട്ട് ക്ലോറിനേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ടോ? അതാണ് ഒന്നാമത്തെ കാര്യം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അയക്കുന്ന സ്വിമ്മിംഗ് ക്ലാസ് ആവട്ടെ, വാട്ടർ തീം പാർക്ക് ആവട്ടെ, ഇവിടെയൊക്കെ പ്രോപ്പറായിട്ട് കൃത്യമായ ഇടവേളകളിൽ ആ വെള്ളം ശുദ്ധീകരിക്കുന്നുണ്ടോ, ക്ലോറിനേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൽ ഞാൻ കാണുന്ന ഒരു തെറ്റായിട്ടുള്ള കാര്യം, പലപ്പോഴും കുട്ടികൾക്ക് ഈ ക്ലോറിന്റെ മണം നമുക്ക് ആർക്കും ഇഷ്ടമല്ല അല്ലെ, കുറച്ച് പഞ്ചൻ സ്മെല്ലാണ്. അപ്പൊ ഈ ക്ലോറിന്റെ മണം പറ്റില്ല, ക്ലോറിന്റെ കാരണം ദേഹത്ത് ഉണല് വരുന്നു, തടിച്ചു പൊന്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും കുട്ടികൾ ഉപയോഗിക്കുന്ന സ്വിമ്മിംഗ് പൂള്, കുട്ടികളെ സ്വിമ്മിംഗ് പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സ്വിമ്മിംഗ് പൂളുകൾ പലപ്പോഴും ക്ലോറിനേഷൻ ചെയ്യാതെ വിടുന്നത് കാണാം. അതായത് വലിയ ആളുകൾ ഉപയോഗിക്കുന്നതിനെ ക്ലോറിനേറ്റ് ചെയ്യും, കുട്ടികൾ ചെയ്യുന്നതിനെ ഇങ്ങനെ കുട്ടികൾക്ക് ഈ മണം വേണ്ട, കുട്ടികളുടെ സ്കിന്നിന് പ്രശ്നം വരണ്ട എന്നൊക്കെ നോക്കി, അതൊക്കെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളാണ്. പക്ഷേ ക്ലോറിനേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത് അമേബിക് മസ്തിഷ്കജ്വരമായിരിക്കും. സോ ക്ലോറിനേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലെ വെള്ളം ശുദ്ധീകരിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് അത് രണ്ടാളുകളാണ്. ഒന്ന് നിങ്ങൾ ആസ് എ പാരന്റ്, പിന്നെ നമ്മുടെ ഗവൺമെന്റ്. ഇത് കൃത്യമായിട്ടുള്ള ഒരു ചെക്കിംഗ് അത്യാവശ്യമാണ് എന്നുള്ളത് പറയാണ്. പിന്നെ എവിടെ നിന്നൊക്കെ കിട്ടുന്നുള്ളതിനാണ്, കെട്ടി നിൽക്കുന്ന വെള്ളത്തിലാണ് കോമൺ ആയിട്ട് ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഒരു പുഴ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒഴുകി പോകുന്ന വെള്ളമാണെന്നുണ്ടെങ്കിൽ അത്രയും പ്രശ്നമില്ല. പക്ഷേ ഒരു കുളം അല്ലെങ്കിൽ ഈ പാറമട, അവിടെയൊക്കെ കുളിക്കാൻ പോകുന്ന ആളുകളുണ്ട് അല്ലേ, പാറമടയിൽ ഉള്ള വെള്ളം, കുളം, സ്വിമ്മിംഗ് പൂളുകൾ, അപ്പൊ ഇങ്ങനെയൊക്കെ ഈവൻ ഷവറിലൂടെ ഇപ്പൊ പറയുന്നത്, ഇങ്ങനെയുള്ള വെള്ളം അടിച്ചു കയറ്റിയിട്ട് നിങ്ങൾ ഷവറിൽ കുളിക്കുകയാണെങ്കിൽ അതിൽ കൂടെ പോലും ഇത് വരാലോ അല്ലേ. ഇപ്പൊ നിങ്ങൾ അല്ലെങ്കിൽ ഒരു കുളത്തുനിന്ന് വെള്ളം അടിക്കുകയാണ് അല്ലേ, അല്ലെങ്കിൽ ഒരു കിണറിന്ന്, ഇങ്ങനെ മലിനമായ ഒരു കിണറിന്ന്, പ്രോപ്പറായിട്ട് ക്ലോറിനേറ്റ് ചെയ്യാത്ത ഒരു കിണറിന്ന് നിങ്ങൾ വെള്ളം അടിച്ചു കയറ്റിയിട്ട് നിങ്ങൾ പൈപ്പിലൂടെ വരുന്ന വെള്ളത്തിൽ ഷവറിൽ കുളിക്കുന്നു, അല്ലെങ്കിൽ പൈപ്പിലൂടെ വരുന്ന വെള്ളത്തിൽ കുളിക്കുന്നു. ഇതിന് കുളത്തിൽ തന്നെ പോയി കുളിക്കണം അല്ലെങ്കിൽ പാറമടയിൽ തന്നെ പോയി കുളിക്കണം എന്ന് നിർബന്ധമില്ല. ഈ പറയുന്ന അശുദ്ധമായ വെള്ളം നമ്മുടെ മൂക്കിന്റെ ഉള്ളിലേക്ക് എത്തിയാൽ മതി. അപ്പോൾ ഷവറിൽ കുളിച്ചാലും പൈപ്പിൽ കുളിച്ചാലും ഇത് വരാം. എങ്ങനെയാണ്? നിങ്ങൾ എവിടെ നിന്നാണോ വെള്ളം എടുക്കുന്നത് അത് പ്രോപ്പറായിട്ട് ക്ലോറിനേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ. സോ ഒന്നാമത്തെ കാര്യം, ഇങ്ങനെയുള്ള അശുദ്ധമായിട്ടുള്ള കുളങ്ങളിലും പാറമടകളിലും അല്ലെങ്കിൽ അങ്ങനെ കെട്ടിക്കിടക്കുന്ന ഏത് ജലസ്രോതസ്സുകളിലും കുളിക്കാതിരിക്കുക. നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വെള്ളം, അത് കിണറുന്നായാലും കുളത്തുനിന്നായാലും, അത് പ്രോപ്പറായിട്ട് ക്ലോറിനേറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ചോദിക്കും എങ്ങനെയാണ് ക്ലോറിനേറ്റ് ചെയ്യേണ്ടത്? നോക്കൂ, ഒരു കിണറിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ കുളമൊക്കെ ക്ലോറിനേറ്റ് ചെയ്യാൻ വളരെയധികം അളവിൽ ക്ലോറിൻ വേണ്ടി വരും. അപ്പൊ അതിനൊക്കെ നിങ്ങൾ അടുത്തുള്ള ഏതാണോ തദ്ദേശ സ്ഥാപനങ്ങൾ, അവരെ സമീപിക്കണം. പക്ഷെ ഒരു കിണർ എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. 4 മീറ്റർ ചുറ്റളവുള്ള ഡയാമീറ്റർ ഉള്ള ഒരു കിണറില് ഒരു പടവ്, നമ്മൾ കിണർ ഇങ്ങനെ റിങ് അല്ലെങ്കിൽ പടവ് എന്നാണല്ലോ പറയുക, ഒരു പടവ് ഒരു 1000 ലിറ്റർ വെള്ളം എന്നാണ് കണക്ക്. 4 മീറ്റർ ചുറ്റളവുള്ള ഒരു കിണറിൽ ഒരു പടവിൽ ഏകദേശം 1000 ലിറ്റർ വെള്ളം ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് 12 പടവ്, 12 റിങ് അല്ലെങ്കിൽ 15 റിങ്, അങ്ങനെ എത്ര പടവുണ്ടോ ആ പടവിന്റെ അനുസരിച്ച് ആ എത്ര ലിറ്റർ വെള്ളമാണെന്ന് കണക്കാക്കുക. ഓരോ 1000 ലിറ്റർ വെള്ളത്തിനും 2.5 ഗ്രാം ക്ലോറിൻ ആണ് ആവശ്യം. ഇത് അമീബയെ തുരത്താനാണ് കേട്ടോ. ഇതിന് സാധാരണ ക്ലോറിനേഷൻ ആണ്. ഹെപ്പറ്റൈറ്റിസ് എനെ പ്രതിരോധിക്കാൻ സൂപ്പർ ക്ലോറിനേഷൻ ആവശ്യമുണ്ട്. അതിന് ഇതിന്റെ ഇരട്ടി ബ്ലീച്ചിങ് പൗഡറിന്റെ ആവശ്യമുണ്ട്. പക്ഷേ ഞാൻ ഇപ്പൊ പറയുന്നത് അമീബയെ തുരത്താനായിട്ടുള്ള ക്ലോറിനേഷന്റെ കാര്യമാണ്. നോർമൽ ക്ലോറിനേഷൻ 4 മീറ്റർ ചുറ്റളവുള്ള കിണറിൽ ഒരു പടവിൽ ഏകദേശം 1000 ലിറ്റർ വെള്ളമാണുള്ളത്. അപ്പോൾ എത്ര പടവുണ്ട് നിങ്ങളുടെ കിണറിന് എന്നനുസരിച്ചിട്ട് എത്ര ലിറ്റർ വെള്ളമെന്ന് കണക്കാക്കുക. ഓരോ 1000 ലിറ്ററിനും 2.5 ഗ്രാം ക്ലോറിൻ ആണ് ആവശ്യം. അതായത് അത്ര ബ്ലീച്ചിങ് പൗഡറാണ് ആവശ്യം. മനസ്സിലായല്ലോ? അപ്പൊ അതിനനുസരിച്ച് കണക്കാക്കിയിട്ട് ക്ലോറിനേറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ എവിടെ നിന്നാണോ വെള്ളം എടുക്കുന്നത്, കുളിക്കാനുള്ള വെള്ളം എടുക്കുന്നത്, അത് ക്ലോറിനേറ്റ് ചെയ്തു എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കണം. ഹെപ്പറ്റൈറ്റിസ് എ ആണെങ്കിൽ ഇത് ആഴ്ചയിൽ ഒരു തവണയാണ് അമീബയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത്, വൺസ് വീക്ക്ലി. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് എ അതും വേറൊരു പ്രശ്നമാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഹെപ്പറ്റൈറ്റിസ് എ കാരണമുള്ള കേസുകളും മരണങ്ങളും ആയിരുന്നു നമ്മുടെ ഇടയിൽ കൂടിയിരുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. അവിടെയും ആവശ്യം ക്ലോറിനേഷൻ ആണ്. അപ്പൊ ഇതെല്ലാം ജലജാഗ്രതയാണ് നമുക്ക് മഞ്ഞപ്പിത്തം തടയാനും അമീബേനെ തടയാനും ഒക്കെയുള്ള ഏക പ്രതിവിധി കേട്ടോ. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ ആണെങ്കിൽ ഒരാഴ്ചയിൽ തന്നെ 2-3 തവണ ചെയ്യേണ്ടി വരും. ഈ പറയുന്ന 2.5 ഗ്രാമിന്റെ ഇരട്ടി ഉപയോഗിക്കും വേണം.
ഓക്കെ, അപ്പൊ ഇതാണ് പ്രോപ്പർ ക്ലോറിനേഷൻ. ഇനി ഇത് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അടുത്തുള്ള പഞ്ചായത്തിനെയോ അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിനെയോ അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെയോ ആരെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി സ്വന്തം വീട്ടിലെ ജലസ്രോതസ്സിനെ നിങ്ങൾ ക്ലീൻ ആക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ലക്ഷണങ്ങളെ പറ്റി പറഞ്ഞു, എങ്ങനെയാണ് ക്ലോറിനേഷൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി പറഞ്ഞു, ഹെപ്പറ്റൈറ്റിസ് എനെ പറ്റി പറഞ്ഞു, സൂപ്പർ ക്ലോറിനേഷൻ എന്താണെന്ന് പറഞ്ഞു, പിന്നെ സ്വിമ്മിംഗ് പൂളുകൾ, വാട്ടർ തീം പാർക്കുകൾ, ഇതെല്ലാം നമ്മൾ പറഞ്ഞു. ക്ലോറിനേറ്റ് ചെയ്ത വെള്ളം കുട്ടികൾക്ക് പറ്റുന്നില്ല, മണം പറ്റുന്നില്ല, സ്കിന്നിന് പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും ക്ലോറിൻ ചെയ്യാത്ത വെള്ളത്തിൽ കുട്ടികളെ ഇറക്കി വിടരുത്. പിന്നെ ഇനി പറയാനുള്ള കാര്യം, നിങ്ങളുടെ കിണറ്റിലെ വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ടോ എന്ന് നിർബന്ധമായി നോക്കണം. എങ്ങനെയാണ് കോളിഫോം ബാക്ടീരിയ വരിക? സെപ്റ്റിക് ടാങ്കിൽ നിന്ന് എവിടെന്നെങ്കിലും ലീക്കേജ് ഉണ്ടെങ്കിൽ ആ സെപ്റ്റിക് ടാങ്കിൽ നിന്നുള്ള മാലിന്യങ്ങൾ കിണറ്റിലെ വെള്ളത്തിൽ മിക്സ് ആയിട്ടാണ് കോളിഫോം ബാക്ടീരിയ വരിക. ഈ കോളിഫോം ബാക്ടീരിയ അമീബേനെ കൂടുതൽ വളരാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ കോളിഫോം ബാക്ടീരിയ ഉണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങളും നിങ്ങൾ ചെയ്യണം. ഇതിനൊക്കെ ചെയ്യേണ്ടത് ക്ലോറിനേഷൻ ആണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഇനി കുളിക്കാൻ പോകുന്നു, സ്വിമ്മിംഗ് പൂളിലേക്ക് പോകുന്നു ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞല്ലോ മൂക്കിലൂടെയാണ് ഇത് കയറുന്നത്. അപ്പൊ ഇതുവരെ നനച്ചാലും കുഴപ്പമില്ല. ഒരിക്കലും വെള്ളം ഇങ്ങനെ മുഖത്തേക്ക് സ്പ്ലാഷ് ചെയ്യാതിരിക്കുക. മൂക്കിലേക്ക് വെള്ളം കയറാതിരിക്കാനുള്ള മാർഗങ്ങൾ ഒന്നുകിൽ നിങ്ങൾക്ക് മാസ്ക് ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു ടവലോ അല്ലെങ്കിൽ ഒരു തോർത്തുമുണ്ടോ എന്തെങ്കിലും ഇവിടെ കെട്ടാം. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കഴുത്ത് വരെ നിങ്ങൾ നനയ്ക്കുന്നതിൽ കുഴപ്പമില്ല. ഇപ്പൊ നിങ്ങൾക്ക് സ്വിമ്മിംഗ് ക്ലാസ്സിലേക്ക് പോകണ്ട, വാട്ടർ തീം ക്ലാസ്സിലേക്ക് പോകണ്ട, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷെ ജാഗ്രത വേണമല്ലോ, നമ്മൾ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ മൂക്കിലേക്ക് വെള്ളം അടിച്ചു കയറാതിരിക്കാനുള്ള മാർഗങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം. അപ്പോൾ ഇതുവരെ നിങ്ങൾ നനച്ചോളൂ, മുഖത്തിന്റെ ഭാഗത്തേക്ക് നനയ്ക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ വളരെയധികം നല്ലതാണ്. പിന്നെ ഈ അമീബ മസ്തിഷ്കജ്വരം മാത്രമല്ല ഉണ്ടാക്കുന്നത്, ഇത് കണ്ണില് ഇൻഫെക്ഷൻസ്, അതായത് കെരട്ടൈറ്റിസ്, ഇൻഫെക്റ്റീവ് കെരട്ടൈറ്റിസ് ഉണ്ടാക്കുന്ന പെർമനന്റ് ആയിട്ട് തന്നെ നമ്മുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പോൾ അമീബ തലച്ചോറിനെ മാത്രമല്ല വേറെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് ജാഗ്രത വേണം. ഞാൻ പറഞ്ഞല്ലോ, ഒരു ലേശം ഭയം കൂടി ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് നമുക്ക് അബദ്ധമൊന്നുമില്ല. കുറച്ച് ലേശം പേടിയോടുകൂടി തന്നെ, കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ മരണങ്ങൾ കൂടുകയാണ്. കേസുകൾ ഇപ്പോൾ ഒരു ഭാഗത്ത് മാത്രമൊന്നുമല്ല, പല 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 സ്ഥലങ്ങളിലാണ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. വളരെ ചെറുപ്പക്കാരായിട്ടുള്ള, അതായത് ഇപ്പം ഇങ്ങനെ കുളിക്കാനും നീന്തി കുളിക്കാനും ഒക്കെ പോകുന്ന കുട്ടികളൊക്കെ അത്യാവശ്യം ചെറുപ്പക്കാരായിരിക്കും. ആ കുട്ടികളിലാണ് ഈ കേസുകൾ കാണുന്നത്. അപ്പം അതുകൊണ്ട് അമീബിക് മസ്തിഷ്കജ്വരം ഇപ്പം നമ്മുടെ നാട്ടിലെ ഒരു മെഡിക്കൽ എമർജൻസി എന്ന് തന്നെ പറയേണ്ടി വരും. പ്ലീസ് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ജലസ്രോതസ്, ജലജാഗ്രത ആരും മറക്കരുത്. മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. വീട്ടിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന, കുടിക്കാനും കുളിക്കാനും ഉപയോഗിക്കുന്ന, മുമ്പ് ഞാൻ കുടിക്കാൻ മാത്രമാണ് പറഞ്ഞിരുന്നത്, കുടിക്കാൻ മാത്രമല്ല കുടിക്കാനും കുളിക്കാനും ഉപയോഗിക്കുന്ന വെള്ളം ശുദ്ധമാണ് എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ സൺഡേ ടോക്കാണ്. എല്ലാവരും മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്യുക. ബൈ.